ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട, വെളുത്തുള്ളി, ബട്ടർ, പാല്, ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. നമസ്കാരം, എല്ലാവർക്കും തിയാസ് കിച്ചൻ ഇരുമുലയ്ക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ്. സാധാരണ നമ്മൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഒരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് മുട്ടയുടെ അളവ് എടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതായത് ഉപ്പും കുരുമുളകും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ട ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ ബട്ടറാണ് കുറച്ചധികം ചേർക്കുന്നത്. ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് അല്ലെങ്കിൽ മുട്ട ചിക്കിയൊക്കെ എടുക്കില്ല, അതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അധികം ഡ്രൈ ആക്കി എടുക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു 80 to 90% മാത്രമേ ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവും. ഈ ഒരു റെസിപ്പിക്ക് മുട്ടയ്ക്ക് കുറച്ചൊരു ഈർപ്പം ഉണ്ടായിരിക്കണം, ഒത്തിരി ഡ്രൈ ആക്കരുത്. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് പകരം ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും ഒരു ചേഞ്ച് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് മുട്ടയൊന്ന് ചിക്കി എടുക്കേണ്ടത്. മുട്ട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ സെയിം കടായിലോട്ട് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ബട്ടർ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ ബട്ടർ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്തെടുക്കാം. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം ചേർക്കാം. ചെറുതാണെങ്കിൽ ഒരു 7 മുതൽ 8 വെളുത്തുള്ളി ഏറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തെടുക്കാം. വെളുത്തുള്ളി 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് അതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. വെളുത്തുള്ളിയും ബട്ടറും കൂടി ഒന്ന് യോജിച്ചിരുമ്പോൾ നല്ലൊരു മണമല്ലേ. ഇപ്പോൾ കിച്ചൺ മുഴുവനും ആ ഒരു മണമാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മൈദമാവ് ചേർക്കാം. മൈദമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കണം. ഇനി ഈ പൊടിയിലെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. അതായത് മൈദമാവിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മൈദയുടെ ഒരു പച്ച ചുവയുണ്ടാവും. മൈദ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇളക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മൈദമാവ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ. പാലും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ആയപ്പോൾ തന്നെ കണ്ടോ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നോക്കുകയുണ്ടോ മുന്നത്തെ കട്ടിൻ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. പാലിൻ്റെ ആ മിക്സ്ഡ് ഉണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുക്കുന്ന ബട്ടർ, ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. സ്പൂണ് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് ചതച്ചത്. ഇത് 1 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശരിക്കും നമ്മൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമല്ലോ, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. ഇനി ഇതിലോട്ട് ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കും, നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാഗി മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറവ് ചേർത്താൽ മതിയാവും. ഇവ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം.
മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1 മുതൽ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഗാർലിക് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പാസ്ത കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാം. ഇത് ഇങ്ങനെ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. നല്ല റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചില റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം ആൾക്കാരുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ശരിക്കും വളരെ സന്തോഷം തന്നെയാണ് കേട്ടോ. ഇതുപോലെ വേറെ റെസിപ്പി കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്.